അഞ്ജന ഇപ്പോൾ റീലുകൾ ചെയ്ത് തരംഗമായ സ്ഥിതിക്ക് അഞ്ജനയുടെ ഐപാഡിൽ ഐഫോണിൻ്റെ ഫീച്ചർ അപ്ഡേറ്റ് ആയിരിക്കുന്ന കാര്യം. എന്ത് ഫീച്ചറാണെന്ന് വെച്ചാൽ ഐഫോണിൽ കാണുന്ന പോലെ ഗ്ലാസ് ഇപ്പം കണ്ണാപ്പി പോലെ എനിക്കങ്ങനെ കണ്ണാപ്പി ലുക്കില്ലെന്ന് മരം കണ്ടോ. രജീഷ വിജയനുണ്ട് ഇതുപോലത്തെ ഒരു മരം. രജീഷ വിജയൻ ഒരു ഇതുപോലത്തെ ഒരു മരമുണ്ട്. കുപ്പിക്ക് ഔട്ടേജഡ് ആയിട്ടുണ്ട് ഈ കുപ്പി. ഔട്ട്ഡേറ്റഡ് ഈ കുപ്പി ഇപ്പൊ എല്ലാവർക്കും ഈ കുപ്പി കാണാത്തായിട്ട് ആരും കാണില്ല. പക്ഷേ ഇത് കണ്ടോ, ഞാൻ വെള്ളം കുടിക്കും. നമ്മൾ നാച്ചുറലി നമ്മൾ നോ മേക്കപ്പ് ലുക്കാണ്. നമ്മൾ ഒരു യൂട്യൂബ് വ്ളോഗിങ് ചാനലാണെങ്കിലും. ഹലോ ഗായ്സ്, വി ആർ സ്റ്റാർട്ടിങ് ന്യൂ വ്ളോഗിങ് ചാനൽ ബൈ ബൈ അക്സ ആൻഡ് അഞ്ജന. നമ്മൾ നോ മേക്കപ്പ് ലുക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ക്ലിയർ സ്ക്രീൻ ഇപ്പോൾ ഫിൽറ്റർ ഒന്നുമില്ല. കണ്ടോ, ഞങ്ങൾ കണ്ടുവരുമ്പോൾ ഒരു ഫിൽറ്റർ ഇല്ല, നോ മേക്കപ്പാണ്. അവർ ഒന്നുമില്ല. ഇപ്പം കുളിച്ചിട്ട് ജസ്റ്റ് വരുന്നുള്ളൂ, ഫേസ് വാഷ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ നാച്ചുറലായിട്ട് ഇങ്ങനത്തെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ലിങ്ക് എന്ന് ചെയ്യുക. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. കമൻറ്റ് ലിങ്ക് മെയിൻലി എൻ്റെ അക്കൗണ്ട് ടാഗ് ചെയ്തിട്ടുണ്ട്. ഈ അക്കൗണ്ട് തന്നെ ടാഗ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുപ്പി പൊട്ടിക്കില്ലേ, എൻ്റെ കുപ്പി അക്കൗണ്ട് തന്നെ ടാഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഡെയിലി ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും. ഞങ്ങൾ ഡെയിലി MBBS ബ്ലോഗ് ചാനൽ ഇടുന്നതായിരിക്കും. മെയിൻലി ഫോക്കസ് നമ്മൾ ഐഫോണിൻ്റെ ഞങ്ങൾ ഇപ്പോഴാണ് ഫീച്ചർ. നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പം പറഞ്ഞു തരുവാണെങ്കിൽ ഇങ്ങനത്തെ ഐഫോണിൻ്റെ ഫീച്ചർ ഐപാഡിൽ വന്നിട്ടുള്ള കാര്യം അപ്ഡേറ്റ് ആയി, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അഞ്ജനയെ ബന്ധപ്പെടുക. പിന്നെ ഇപ്പോൾ ഞങ്ങൾ റീലെടുത്ത് ഫേമസ് ആയി നിൽക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ലേറ്റസ്റ്റ് റീലായിട്ടുള്ള വെയിറ്റ് ലോസ് ജേർണിയാണ് ഇപ്പം ഞങ്ങൾ പറയാം. ഞങ്ങൾ പുതിയൊരു ജിമ്മ് തുടങ്ങിയാലെന്ന് ആലോചിക്കുന്നുണ്ട്. മെയിൻലി ഫോക്കസ് ചെയ്ത് ചെറുതോണി ഏരിയയിലാണ് ജിം. സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹമുള്ള യുവാക്കന്മാരെ, പ്രത്യേകിച്ച് യുവാക്കന്മാരെ ചെറുതോണി ജിമ്മിലേക്ക് എന്ത് ഭംഗിയല്ലേ കാണാൻ. എന്തോ പറയാൻ വരായിരുന്നു, പക്ഷെ മേക്കപ്പ് ചെയ്ത് പിന്നെ നമുക്ക് ശരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ. എന്തുകൊണ്ട് നമുക്കൊരു എന്താണ് ഈ കരിയർ കൊണ്ട് നമുക്കൊന്നും നേടിയെടുക്കാൻ പോകുന്നില്ല. യൂട്യൂബ് ചാനൽ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ഒരു 5 years മിനിമം ഒരു 5 years കൊണ്ട് ഞാനിപ്പോൾ ഒരു വലിയ നിലയിലെത്തുമായിരിക്കും. മീൻസ് ഫോർ എക്സാമ്പിൾ ഗ്ലാമി ഗംഗ, മറ്റേ റോസ്റ്റിന് അർജുനെ പോലെയൊക്കെ ആയി, റോസ്റ്റിങ്ങിൽ അർജുനെ പോലെയൊക്കെ ആയി നമുക്ക് നല്ല നിലത്തും. കാരണം ഈ കരിയർ കൊണ്ട് ഒരുപാട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്ന എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ല. അതിന് മുന്നേ പേഷ്യൻസ് ആൾക്കാരുടെ തല്ലി ഓടിക്കുന്നത്. ഞാൻ പിന്നെ വല്ല ജയിലിൽ വരയ്ക്കുന്നത്. ജയിലിൽ പോയാലും 3 നേരം ഫുഡുള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പം ഇനി അങ്ങനെയൊക്കെ ആസ്വദിക്കാം. അതുപോലെ നമുക്ക് മറ്റേ പെണ്ണുങ്ങളെ പോലെ കുറച്ച് ക്യൂട്ട്നെസ് ഇല്ല. ലിയോണനെ പോലെ. ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അയ്യോ മരം വെട്ടിക്കിടക്കുന്നു. മരം കടന്ന് വേണം ഇനി നമുക്ക് പോവാൻ. മരം കിടക്കണമെങ്കിൽ ആരെ വിളിക്കണം? ഡോറേനെ വിളിക്കണം. മാപ്പിന് വിളിക്കണം. ക്യാമറ ഓൺ ചെയ്ത് എന്താണ്ട് കാണിച്ചു. നല്ല രസമുണ്ട് വളവള സംസാരിക്കാൻ. ചുമ്മാ എന്തൊരു വ്ളോഗ് അതായത് പണ്ടത്തെ കണ്ണാപ്പി സ്റ്റൈലോട്ട് ഇങ്ങനെ പിടിച്ചത്. ഈ സ്റ്റൈല് മാറി ഇപ്പം ഡെലുലുവിനെ പോലെ ആവണം. നമുക്ക് വ്ളോഗിങ് തുടങ്ങണം. നമുക്കിനി അതിനാണ് നമ്മുടെ കരിയറല്ല പാഷൻ ഇരിക്കണത്. പാഷൻ ജോലയും കണ്ടോ എൻ്റെ ജോലയും. ഞാൻ ഒരു മിനി അമലാഷാജി ആവുകയാണെന്ന് എനിക്ക് ഡൗട്ട്. പണ്ട് ടിക്ടോക്കൊക്കെ യൂസ് ചെയ്യുന്നതിന് പണ്ടത്തെ ഒരു കാര്യം എനിക്കുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ 2017 കാലഘട്ടത്തിൽ ഞാൻ കുറേ ടിക്ടോക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. വൈറൽ
തള്ളിന്റെ മുന്നിൽ എന്താണ് അശീക്ക് സംസാരിക്കാനുള്ളത്? അതല്ല വയറൽ ടിക്ടോക്ക് ലൈവ് മറ്റേ എല്ലോളം തരി ആ പാട്ട് പാടാ പാട്ടോടെ എല്ലോളം തരി അയ്യോ ലിറിക്സ് മറന്നുപോയി. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിനെ പറ്റി പറയാം. ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടൊരു വ്ളോഗ് ചാനൽ തുടങ്ങും. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ലൈഫാണ് ഞാൻ ജീവിക്കേണ്ടത്. ആക്ച്വലി ഐ എം സോ താങ്ക്ഫുൾ ടു ഗോഡ് ഫോർ ദിസ് സച്ച് എ പ്ലസന്റ് ഡേ. പറയാൻ മനോഹരവും സന്തോഷവും ഒരു ദുഃഖങ്ങളും ഇല്ലാത്ത ഒരു അടിപൊളി ജീവിതമാണ് എൻ്റെ. അടിപൊളി ജീവിതം രഹസ്യം വേണമെങ്കിൽ കമന്റ് അടിപൊളി. ഞാൻ എൻ്റെ ജീവിതം അവർക്കും കൊടുക്കുന്നതായിരിക്കും. ഇത് വെറും പാക്കല്ല. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ 8 മണിക്ക് ബേസിക്കലി ഇപ്പോൾ എന്നും ക്ലാസ് തുടങ്ങുമെങ്കിലും ഞാനും എൻ്റെ റൂംമേറ്റും എഴുന്നേക്കുന്നത് 8:30 ആകുമ്പോഴാണ്. എൻ്റെ റൂംമേറ്റ് ഇവിടെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം വന്നെത്തിയിട്ടില്ല. ഉടനെ തന്നെ വന്നെത്തുന്നതായിരിക്കും. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാണാനായിട്ട് എൻ്റെ കണ്ണിന് വെള്ളം വരുക. ഇത് എല്ലായിടത്തും ഇട്ടേല് നീ വാങ്ങും അഞ്ചന തനി സ്വഭാവം കാണും കേട്ടോ. മെമ്മറിക്കുള്ള കണ്ണണ്ട അതിന്റെ തനി സ്വഭാവം കാണും. മെമ്മറിക്കാണ് അക്കൗണ്ട് ഒക്കെ ഇടുന്നു. പബ്ലിക് അക്കൗണ്ട് മെമ്മറിക്കല്ല, സ്പാം അക്കൗണ്ട് മെമ്മറിക്കും. ആക്ച്വലി യു ഗൈസ് എല്ലാവർക്കും ഒരു സ്പാം അക്കൗണ്ട് വേണ്ടിയാണ്. സ്പാം അക്കൗണ്ട് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് പബ്ലിക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരു ജഡ്ജ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ. അപ്പം നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണൽ ഇതൊക്കെ ഉണ്ടല്ലോ, പേഴ്സണലായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സ്പാം അക്കൗണ്ട് ആവേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ? അല്ല അഞ്ജന, താങ്കൾ എന്ത് പറയുന്നു? ഇതുമായി യോജിക്കുന്നില്ലേ? അതെ, ഒരു ജേർണലിസം പഠിക്കാൻ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ്. എവിടെ നേരത്തെ ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞു ക്ലോസ് ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞു അത് തന്നെ പോക്കോളാം. ഡേ ഇൻ മൈ ലൈഫ് പറയാം ഗൈസ്. ഞാൻ 8 o'clock ക്ലാസ്സിന് വേണ്ടി 8:15 ആകുമ്പോൾ വരുന്നേക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും കഴിക്കാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. വെയിറ്റ് പെട്ടെന്ന് തന്നെ കുറയും. നമുക്കൊരു 60 she reduced her weight in a very correct healthy manner. എന്നെപ്പോലുള്ള മടിയുള്ളവരൊന്നും അങ്ങനെ ചെയ്യത്തില്ല. അവസാനം ഇതിൽ അസുഖമായി എന്നെ പറയരുത്. കാരണം എൻ്റെ ബോഡി അൾസറുമായിട്ടൊന്നും വലിയ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും പ്രശ്നം വരാറില്ല. അപ്പം പറയുകയാണെങ്കിൽ 8 മണിക്കുള്ള ക്ലാസ്സിന് ഞാനും എൻ്റെ റൂംമേറ്റും കൂടെ പതുക്കെ 8:15 എഴുന്നേക്കും. 7:15 ഞാൻ വിളിക്കുന്നത് തിരിഞ്ഞിറന്ന് ഉറങ്ങുന്നു. ശരിക്കും ഞങ്ങൾ എഴുന്നേക്കണമെന്ന് ആഗ്രഹിച്ച് എഴുന്നേക്കുന്നതല്ല. ഈ തള്ള വന്നൊരു 10-12 തവണ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ അലാറം പോലെ വിളിച്ചോണ്ടിരിക്കും. സഹി കെട്ടിട്ട് എഴുന്നേക്കുന്നത് എങ്ങനെയല്ലോ ഒന്ന് എഴുന്നേറ്റ്. പിന്നെ ഞങ്ങൾക്ക് അറ്റൻഡൻസ് വളരെ ഷോർട്ടേജ് ആണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ ഞങ്ങളൊന്നും വി ആർ ജസ്റ്റ് കൂൾ ഗൈസ്. വി ഡോണ്ട് ബോദർ അബൌട്ട് അറ്റൻഡൻസ്. എഴുതുമ്പോഴും ഇത് പറയണം. ഇതുപോലുള്ള മാരണത്തെയൊക്കെ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വി ജസ്റ്റ് റിമൂവ് ദ നെഗറ്റിവിറ്റി, വാനിഷ്. പറയുന്നത് ഞങ്ങൾ 8:10 ആകുമ്പോൾ ഇങ്ങനെ ഇരുന്നേറ്റിട്ട് ഞങ്ങളിങ്ങനെ കട്ടിലേക്ക് കുറച്ച് നേരം ഇങ്ങനെ ഞാനും എൻ്റെ റൂംമേറ്റും കൂടെ പരസ്പരം നോക്കി ഇങ്ങനെ ഇരിക്കും. ക്ലാസ്സിൽ പോകണോ വേണ്ടയോ, ഫാർമക്കിന് അനുരാഗ് സാറാണോ വരുന്നേ, അല്ലെങ്കിൽ പോകാം, പാത്തോയ്ക്ക് പ്രിയാണോ എന്നാൽ പിന്നെ പോവണ്ട. അങ്ങനെ ആലോചിച്ച് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിന് ഒരു ഫൈനൽ ഒരു 2 minutes ഞങ്ങൾ ഡിസിഷനിലെത്തും. പോകാം, കാരണം അറ്റൻഡൻസ് ഓൾറെഡി ഷോർട്ടേജ് ആണ്. ഇനി പോയാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ പോകണമെങ്കിൽ തന്നെ ഞങ്ങളുടെ മൈൻഡ് സെറ്റിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിലെത്തുന്നത്. ബാക്കി ഇവിടെ ഒരു ആൾക്കാരൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ ഒത്തുക്കുന്നത് ആരും എണീച്ചിട്ടില്ല. ഞങ്ങൾ ആദ്യം എഴുന്നേക്കും. ഞാൻ റൂംമേറ്റും കൂടെ ഡ്രസ്സ് ഇടും. 8 മണിക്കുള്ള ക്ലാസ്സിന് 8:15 എണീറ്റിട്ട് എണീച്ചിട്ട് ഡ്രസ്സ് ആദ്യം എന്തിടും? ഡ്രസ്സ് ഇടാൻ പോകാൻ പറ്റില്ലല്ലോ, നിക്കറിനോട് പോകാൻ പറ്റില്ലല്ലോ. എനിക്ക് പ്രശ്നമല്ല നിക്കറിനോട് പോകുന്നത്. പക്ഷേ ആൾക്കാർ സൊസൈറ്റി ദ പ്രോബ്ലം. സൊസൈറ്റിയാണ് പ്രശ്നം. സൊസൈറ്റി പ്രശ്നമായിട്ട് ഞങ്ങൾ ആദ്യം പോയി ചുരിദാരം പാൻറ് ഇട്ടതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ലിപ്സ്റ്റിക് ഞാൻ ക്ലാസ്സിൽ പോവാറില്ല. ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പോവില്ല എന്നാണ് അർത്ഥം.
ലിപ്സ്റ്റിക് അത് എൻ്റെയും ഒരു റൂംമേറ്റിൻ്റെ ഒരു ചടങ്ങായി മാറി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കില്ല, ഞങ്ങൾ പിന്നെ കിട്ടിയ കൈ കിട്ടിയ കോട്ട ബുക്കൊന്നും ഞാൻ എടുക്കാറേ ഇല്ല. എനിക്കറിയില്ല ബേസിക്കലി എന്താ പഠിപ്പിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ സിനിമ തിയേറ്ററിരിക്കുന്ന പോലെ കഴിക്കുന്നത്. കണ്ടന്റ് വല്ലതും പുറത്ത് പോയെങ്കിൽ മോളെ ഇതാണ്. എന്നിട്ട് ഞങ്ങൾ കിട്ടുന്ന ബാഗൊക്കെ തൂക്കി ഞങ്ങൾ ഓടാറില്ല. കാരണം എൻ്റെ റൂംമേറ്റ് എന്ന് പറഞ്ഞിട്ട് ഓടുന്നതിൽ വലിയ താല്പര്യമുള്ള വ്യക്തിയല്ല. പക്ഷേ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ റൂംമേറ്റ് ഇങ്ങനെ ഓടാത്തതുകൊണ്ട് നല്ലൊരു കാര്യമാണ്. എൻ്റെ റൂംമേറ്റ് നല്ലത് മാത്രമേ പറയാറുള്ളൂ. ബേസിക്കലി ഷീ ഈസ് സോ ഹംബിൾ, ഗുഡ് പേഴ്സൺ. എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്യും, അത് ഞങ്ങൾ രാവിലെ പതുക്കെ പുള്ളിക്കാർക്ക് നടക്കണം. എനിക്കാണെങ്കിൽ ഓടണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം ഓടുവാണെങ്കിൽ ഒരു ദിവസം നടക്കും. അങ്ങനെയാണ് ഞങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ. എനിക്ക് പക്ഷേ ഓടണമെന്ന് ആഗ്രഹം കേട്ടോ. എനിക്ക് പക്ഷെ നല്ല ഓടണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള വ്യക്തിയാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഓടാറില്ല. അതാണ് വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്ന് പതുക്കെ നടക്കത്തേ ഉള്ളൂ. കാരണം ലിപ്സ്റ്റിക്കൊക്കെ പോയാൽ എന്ത് ചെയ്യാം, പറയാൻ പറ്റില്ല. ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്ത് രാവിലത്തെ ആകാശമൊക്കെ കണ്ട കിളികളൊക്കെ പറഞ്ഞത് കണ്ട നാച്ചുറൽ ബ്യൂട്ടി നമ്മൾ ആസ്വദിക്കണം. കാരണം നമുക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ലിമിറ്റഡ് ടൈം ഉള്ളപ്പോൾ നമ്മൾ ആ ലിമിറ്റഡ് ടൈം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. നമ്മൾ മാക്സിമം നമ്മൾ വൈബ് കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നടന്ന് ക്ലാസ്സിലെത്തി ഞങ്ങളെപ്പോഴും ഇങ്ങനെ ക്ലാസ്സിൽ ഞങ്ങൾ ലേറ്റായിട്ട് വരാം. 8 മണിക്ക് ക്ലാസ് 8:30 ആവുമ്പോഴേക്കും ചെല്ലുന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട്, വൈ യു ഗൈസ് ആർ ഓൾവേസ് ലേറ്റ്. ബട്ട് വി ഡോണ്ട് കെയർ അബൌട്ട് ദോസ് പീപ്പിൾസ്. അത് ഞങ്ങൾ ക്ലാസ്സിലെത്തി. ഞങ്ങൾക്ക് ബാക്ക് ബെഞ്ച് ഇരിക്കണമെന്ന് താല്പര്യം. ആക്ച്വലി വി ആർ ഓൾ ബാക്ക് ബെഞ്ചസ്. കാരണം അബ്ദുൽ കലാം പറഞ്ഞിട്ട് ബാക്ക് ബെഞ്ച് ഇരുന്നാലേ ഫേമസ് ആവുള്ളൂ എന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബാക്ക് ബെഞ്ച് ഇരിക്കണമെന്ന് താല്പര്യം. പക്ഷേ the society, so many professors, especially some hectic people, കാരണം ഞങ്ങൾക്ക് ബാക്ക് ബെഞ്ചിൽ ഒരിക്കലും സീറ്റ് കിട്ടാറില്ല. ഞങ്ങൾ എപ്പോഴും ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഫ്രണ്ട് ബെഞ്ചിൽ നിന്നിട്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഗുണമുണ്ടോ എന്ന് വെച്ചാൽ ഗുണമില്ല. അത് ഇവർ മനസ്സിലാക്കാത്ത എന്താണ് ഇവരെ കൊണ്ട് മനസ്സിലാക്കിക്കണമല്ലോ. നമുക്കിത് ഞങ്ങൾ ഫ്രണ്ടിൽ പോയിരിക്കും. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ എനിക്ക് സോണോടായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് ഇരിക്കാറ്. എന്താണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കും. പിന്നെ ക്ലാസ്സിന് പോകും. 4 മണിയാകുമ്പോൾ ഇവിടെ വരും. എന്നിട്ട് കിടന്നുറങ്ങും. ഇതാണ് ഡെയിലി റുട്ടീൻ. ഇത് നല്ല റുട്ടീനല്ലേ. മാക്സിമം കുറേ നേരം കിടന്നിരിക്കുന്നുണ്ട്. ഡാർക്ക് സർക്കിളൊന്നുമില്ല. പിന്നെ വൈഫൈ കിട്ടാത്തതുകൊണ്ട് സിനിമയും കാണാൻ പറ്റില്ല. പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തരാപ്പാതെ നോക്കി നിൽക്കും. ഇതൊക്കെയാണ് എൻ്റെ ലൈഫ്. മതിയല്ലേ, കുറേ നേരമായി 12 മിനിറ്റ് ഒരു ബ്ലോഗിനുള്ള